ന്യൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പക്കോറ ആയിട്ടാണ്. നമ്മൾ ഓൾറെഡി ഗോബി പക്കോറ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഞാൻ ഉണിയൻ പക്കോറ ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. പക്ഷെ അല്ല, ഞാൻ വന്നിട്ടുള്ളത് ഒരു നോൺ വെജ് പക്കോറ ആയിട്ടാണ്, ഫിഷ് പക്കോറ. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ അതിന് തന്നെ വേണ്ടത് ഫിഷാണ്. അത് ഫില്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. മീഡിയം വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് അരിപ്പൊടി, കടലമാവ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാൻ ചതച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ലൈം ജ്യൂസ്. പിന്നെ വേണ്ടത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. അപ്പൊ എങ്ങനെയാണ് ഫിഷ് പക്കോറ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് അതിനൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലോട്ട് നമുക്ക് ഫിഷ് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം, മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ആഡ് ചെയ്യുന്നുള്ളൂ, മല്ലിപ്പൊടി 1/4 സ്പൂൺ വരെ ആഡ് ചെയ്യാം, മുളക് പൊടി അതും ഒരു 1/4 സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ഇനി കുരുമുളക് പൊടിയും ആഡ് ചെയ്യണം. പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇല്ലേ, ജിഞ്ചർ ഗാർലിക്കും പിന്നെ മുളകും കൂടിയുള്ള പേസ്റ്റ്, അതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എരിവ് കൂടും. പിന്നെ വേണ്ടത് ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ലൈം ജ്യൂസ് 1 സ്പൂണോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുള്ള പേസ്റ്റ് ഇല്ലേ, അത് 1 സ്പൂണോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ഫില്ലറ്റ് ആയ കാരണം കൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് പ്രഷർ എടുത്തിട്ട് ചെയ്യണ്ട. വളരെ സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നമുക്ക് 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്ത് തീർക്കാം. അപ്പോൾ ഒരെണ്ണം ആദ്യം ഫ്രൈ ചെയ്ത് തീർക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെയുള്ള മിക്സിലേക്ക് ആ കുറവുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാൽ അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളത് വറക്കുക. അങ്ങനെ ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫിഷ് മാരിനേറ്റ് ചെയ്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബാറ്റർ ഉണ്ടാക്കണം. ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കടലമാവും അതുപോലെ തന്നെ അരിപ്പൊടിയും ആഡ് ചെയ്യാം. 3 സ്പൂൺ കടലമാവ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് 1.25 സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ ഫിഷിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇതിൽ ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്. ഇതിലോട്ട് 1/4 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് ദോശ ബാറ്ററില്ലേ ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട, ഈ ഒരു പരുവത്തിലാണ് ഞാൻ ബാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫിഷിൽ മുക്കിയതിന് ശേഷം ഫ്രൈ ചെയ്ത് തീർക്കാം. അപ്പം അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി വയ്ക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഇനി ഫിഷ് ഫ്രൈ ചെയ്ത് തീർക്കാം. ഫസ്റ്റ് ട്രിപ്പ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഫിഷ് ഫില്ലറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് എത്രത്തോളം മൊരിയിക്കണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ തിരി മൊരിയിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കുന്നത് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെയായിട്ട് എടുക്കാം. ഫില്ലറ്റ് ആയ കാര്യം ഉള്ളിൽ വെന്ത് കിട്ടാൻ ടെൻഷൻ വേണ്ട, എന്തായാലും വേവും, ആ കാര്യത്തിൽ ഷുവറാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് വറുത്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഫിഷ് പക്കോറ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഒരു സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അല്ലെങ്കിൽ സ്റ്റാർട്ടർ ആയിട്ടായാലും കഴിക്കാം. പിന്നെന്താ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ പുതിയ വീഡിയോസ് വീണ്ടും കാണാം. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പീസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ.